പ്രണയസഖി ഭാഗം 27. പൂജയെ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്നറിഞ്ഞപ്പോൾ അവനും കൂടി ചേർന്നാണ് എന്നെ 2-3 ദിവസം പുറംലോകം കാണിക്കാതെ പോലീസ് സ്റ്റേഷൻ്റെ ലോക്കപ്പിലിട്ടത്. പൂജയവൻ പറയുന്നതൊക്കെ കേട്ട് ആകെ മരവിച്ചു പോയിരുന്നു. ഗൗതം ഒരിക്കൽ പോലും ഒരു സൂചന പോലും തരാത്ത കാര്യങ്ങളാണ് കിരൺ പറഞ്ഞു അവൻ ഒഴിഞ്ഞേനെ. നിനക്ക് എന്നോടുള്ള സ്നേഹം സത്യമായിരുന്നില്ല. പക്ഷേ എൻ്റെ തീരുമാനം പറഞ്ഞപ്പോൾ അവൻ എന്നോട് ദേഷ്യമായി. ഇന്നലെ കണ്ട നിനക്ക് വേണ്ടി അവൻ എന്നെ കൊല്ലാക്കൊല ചെയ്തു. ഇനി ഒരിക്കലും നിന്നെ ശല്യം ചെയ്യാതിരിക്കാനുള്ള പണി അവൻ എനിക്ക് തന്നു. എല്ലാം ഞാൻ ക്ഷമിച്ചത് ഇതൊന്നും എൻ്റെ വീട്ടിലറിയാതിരിക്കാനായിരുന്നു. അവിടെ എനിക്കുള്ള ക്ലീൻ ഇമേജ് ഒരിക്കലും നഷ്ടപ്പെടാനായിരുന്നു. ഒരുപാട് ചുറ്റിക്കളിക്കൊക്കെ പോയിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെയൊരു പ്രശ്നം വന്ന് വീട്ടിലറിഞ്ഞാൽ അതിൻ്റെ ഇമേജ് തകർക്കും. അതുകൊണ്ട് നീയും നിൻ്റെ വീട്ടുകാരും നിൻ്റെ മറ്റുമനുമൊക്കെ എന്നോട് ചെയ്തത് ഞാൻ ക്ഷമിച്ചു. എല്ലാം ഈ ഒരു സമയത്തിനായി കാത്തിരുന്നു. പൂജയുടെ മുഖത്തൊരു ചിരിയുണ്ട്. അവൻ ചെയ്തതിന് അന്നേ ഗൗതം അവനോട് ചെയ്തതൊക്കെ എത്ര നന്നായി. അവൾക്കതിൽ വല്ലാത്ത സന്തോഷമാണ് തോന്നിയത്. ആണൊരുത്തനല്ലേ തനിക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിലും അവനോട് അവൾക്ക് മതിപ്പ് തോന്നി. ഒരുപക്ഷെ തൻ്റെ വീട്ടുകാരേക്കാൾ ഗൗതം തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇതുവരെ ഗൗതം കാരണമാണ് കിരണെ നഷ്ടപ്പെട്ടെന്ന് കരുതി എത്ര തവണ അവനോട് വഴക്കിട്ടിട്ടുണ്ട്. അന്നൊന്നും കിരൺ പറഞ്ഞ സത്യങ്ങളിൽ ഒന്നും തന്നെ അവൻ പറഞ്ഞിട്ടില്ല. ചിലതൊക്കെ സ്വയം മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാവും. എല്ലാം തിരിച്ചറിഞ്ഞു വന്നപ്പോഴേക്കും എനിക്ക് കാൽച്ചുവട്ടിലെ മണ്ണ് പോലും നഷ്ടമായിരുന്നു. എന്താടി ഇത്ര ആലോചന? ഓ, ഇതുവരെ നീ ശത്രുസ്ഥാനത്ത് കണ്ടവൻ്റെ നല്ല കാര്യങ്ങൾ കേട്ടപ്പോൾ നിനക്ക് അവനോട് പ്രേമം തോന്നി തുടങ്ങിയോ? കിരൺ അവളെ കളിയാക്കി. തോന്നിയെങ്കിൽ എന്താ, നിന്നെപ്പോലെ ഒരുത്തനല്ലല്ലോ. പൂജയ്ക്ക് ആ നിമിഷം അങ്ങനെ പറയാനാണ് തോന്നിയത്. അങ്ങനെ അവൻ്റെ കൂടെ നിന്നെ ജീവിപ്പിക്കാൻ ഞാൻ വിടല്ലേ. അതുകൊണ്ടല്ലേ നീ അവൻ്റെ കൂടെ ഒരു ദിവസം പോലും ജീവിക്കാതിരിക്കാനുള്ളത് ഞാൻ ഈ നിമിഷം വരെ ചെയ്തുകൊണ്ടിരുന്നത്. നിനക്ക് ഗൗതം എന്താണെന്ന് ഈ നിമിഷം വരെ അറിയിക്കാതെ ഞാൻ കൊണ്ടു നടന്നതും ഇതിനു വേണ്ടിയാണ്. അവൻ ഒരു ചിരിയോടെ പറഞ്ഞതും അവളുടെ മുഖം കടുത്തു. നിന്നെ കെട്ടാൻ യാതൊരു താല്പര്യവുമില്ലാത്ത ഞാൻ നിൻ്റെ കല്യാണത്തിന് മുന്നേ നിന്നെ കൊണ്ടുവരാൻ വരുമെന്ന് കരുതിയിരുന്ന നീ ശരിക്കും ഒരു പൊട്ടിയല്ലേ. നീ എന്നെ ഓർത്ത് കരഞ്ഞു കരഞ്ഞിരുന്നപ്പോൾ ഞാൻ നിനക്കും നിൻ്റെ മറ്റവനുമൊക്കെയുള്ള പണി എങ്ങനെ തരാമെന്ന് കണക്ക് കൂട്ടി ഇരിക്കുമായിരുന്നു. നാണം കെടണം. നീയും നിൻ്റെ മറ്റവനും സ്വന്തം ഭാര്യയെ കാണാൻ പാടില്ലാത്ത പോലെ നാട് മുഴുവൻ കാണണം. അത് നിൻ്റെ കെട്ടിയവനും അവൻ്റെ കുടുംബവും കണ്ട് നാണം കെടണം. പുറത്തിറങ്ങാൻ പോലും കഴിയാതെ നീയൊക്കെ അകത്തൊളിച്ചിരിക്കണം. നിൻ്റെ തന്തയും തള്ളയുമൊക്കെ സ്വന്തം മകളുടെ ലീലാവിലാസങ്ങൾ കണ്ട് നെഞ്ചു പൊട്ടി കരയണം. എൻ്റെ ശരീരം വേദനിച്ചതിനേക്കാൾ ഇരട്ടി നീയൊക്കെ വേദനിക്കണം. അതിനുവേണ്ടിയാണ് ഇത്രയും വലിയൊരു പ്ലാൻ തന്നെ ഞാൻ തയ്യാറാക്കിയത്. തനിക്ക് അവളോടുള്ള പകയുടെ കണക്കുകൾ അവൾക്ക് മുന്നിൽ നിരത്തിയിട്ടും ഒന്നും മിണ്ടാതെ മറ്റെങ്ങോ നോക്കിയിരിക്കുന്നവളെ കിരൺ സൂക്ഷിച്ചു നോക്കി. ഇതിപ്പോൾ അവൾക്ക് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കൂസലൊന്നുമില്ലേ? ആദ്യത്തെ കരച്ചിലല്ലാതെ ഇപ്പോൾ ശാന്തമാണ് പൂജയുടെ മനസ്സ്. കിരണിന് എന്തോ അവളുടെ ഭാവം ഒട്ടും പിടിച്ചില്ല. അവൾ കരയണം, വട്ടുപിടിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കണം. അതൊക്കെ കാണുമ്പോൾ അവളും അവളുടെ വീട്ടുകാരും മറ്റവരുമൊക്കെ തന്നോട് കാണിച്ചതിൻ്റെ പകുതി പകയ്ക്ക് ആശ്വാസം കിട്ടും. അത് കഴിഞ്ഞിട്ട് വേണം ശരിക്കുമുള്ള പണി കൊടുക്കാൻ. എന്തായാലും അവളെയോ അവളുടെ കുടുംബത്തെയോ വെറുതെ വിടാൻ ഈ കിരൺ ഉദ്ദേശിക്കുന്നില്ല. തന്നോട് ചെയ്തത് അത്രയ്ക്കുമുണ്ട്. കിരൺ പകയോടെ മുരണ്ടു. ശരിക്കും ഇതൊക്കെ പൂജയ്ക്കുള്ള പണിയല്ല, പൂജയുടെ വേണ്ടപ്പെട്ടവർക്കുള്ള പണിയാണ്. അവൾക്ക് എന്തെങ്കിലും പറ്റിയാലല്ലേ അവർക്ക് നോവുക മാത്രമല്ല അതിനേക്കാൾ അപമാനഭാരം കൊണ്ട് വേണം അവർ തകരാൻ. എന്താടി കഥയൊക്കെ കേട്ട് നിൻ്റെ തലക്കകത്തെല്ലാം പോയോ? കൈകെട്ടി നിന്നവൻ അവൻ്റെ ചോദ്യം കേട്ട് തിരിച്ച് പരിഹാസത്തോടെ നോക്കി പൂജ. ഞാൻ ആർത്തുളച്ച് കരയണമെന്നാണോ നിൻ്റെ ആഗ്രഹം? ഇതിനേക്കാൾ എന്നെ തകർക്കാനുള്ള മാസ്റ്റർ പ്ലാനുമായല്ലേ നീ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? പൂജയ്ക്ക് അവനോടുള്ള പേടിയേക്കാൾ ഇപ്പോൾ അവളുടെ മനസ്സിൽ ഇനി മുന്നോട്ട് ഇവിടെ നിറങ്ങുന്ന നിമിഷം ജീവിക്കേണ്ടെന്നായിരുന്നു. അവൻ തനിക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കുന്ന എന്താണെന്ന് അറിയാവുന്നവർ തന്നെ ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എല്ലാം ആർക്കും വേണ്ടാത്ത ഈ ജീവിതം ഇനിയും എന്തിനാ? അത്രത്തോളം മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ വീർപ്പുമുട്ടലും ശ്വാസമുട്ടലുമൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ അവൾക്ക് കൊതി തോന്നി. അപ്പോൾ നിനക്കും താല്പര്യമുണ്ടല്ലേ? അവനൊരു വഷളം ചിരിയോടെ അവൾക്കടുത്തേക്ക് നടന്നു. പൂജയ്ക്ക് അവൻ അടുത്തേക്ക് വരും തോറും തൻ്റെ ഹൃദയമിടിപ്പ് ഏറി. അവൻ അവൾക്കടുത്തേക്ക് വന്നു നിന്നതും പൂജ ചുമരിലേക്ക് അമർന്നു പോയി. അപ്പോൾ എങ്ങനെയാ പൂജ, തുടങ്ങുമല്ലേ? അവളുടെ കവിളിനടുത്തേക്ക് അവൻ്റെ കൈ നീണ്ടു വന്നു. ടപ്പേ എന്തോ ഒരൊച്ച കേട്ട് പൂജ ഞെട്ടിത്തറഞ്ഞ നിമിഷം അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. നിലത്തേക്ക് ഇറ്റി വീഴുന്ന ചോരത്തുള്ളികൾക്കൊപ്പം കിരണിൻ്റെ പേടിച്ചുള്ള രൂപം കണ്ട് പൂജ തറഞ്ഞുപോയി.
എന്താണ് സംഭവിച്ചതെന്ന് ഒരു നിമിഷം രണ്ടാൾക്കും മനസ്സിലായി വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവൻ്റെ കൈ ആരോ ഷൂട്ട് ചെയ്തിരിക്കുന്നു. ആരാണെന്ന് നോക്കാൻ പോലും പൂജയ്ക്ക് ഭയം തോന്നി. എല്ലാം ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞു. ആശ്വസിക്കണോ ഭയക്കണോ എന്നറിയാതെ ഉയരുന്ന നെഞ്ചെടുപ്പിനെ വരുതിയിലാക്കിയവൾ വാതിൽക്കലേക്ക് സൂക്ഷ്മമായി നോക്കിയതും അവിടെ നിൽക്കുന്ന ആളെ കണ്ട് മരവിച്ചു പോയി. പൂജയുടെ ശ്വാസമിളങ്ങി. അടുത്ത് നിൽക്കുന്ന കിരണിൻ്റെ അവസ്ഥയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. മുന്നിൽ നിൽക്കുന്നവനെ അവരിരുവരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ വേദന കൊണ്ട് പിടയുമ്പോഴും അവരെ തന്നെ നോക്കി നിൽക്കുന്നതിനെ കണ്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അവൻ അവിടെ നിൽക്കുന്ന പൂജയെ നോക്കി. കിരൺ! പൂജയെ നോക്കുന്ന അവൻ്റെ കണ്ണുകളെ കുത്തിയെടുക്കാനുള്ള പകയോടെ ഗൗതം വിളിച്ചതും കിരൺ ചോരയൊലിക്കുന്ന തൻ്റെ കൈ പൊതിഞ്ഞു പിടിച്ച് അവനെ നോക്കി. ഗൗതമിനെ കാണുന്തോറും കിരണിന് വല്ലാത്ത ഭയം കൂടി. കിരണിൻ്റെ മുഖമാകെ പേടിച്ചിരുന്നു. കയ്യിൽ നിന്ന് ചോര നിലത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഇനി നിന്റെ ദൃഷ്ടി എൻ്റെ ഭാര്യയുടെ നിഴൽവട്ടത്തെങ്കിലും പതിഞ്ഞാൽ ഇപ്പോൾ നിന്റെ കയ്യിൽ പതിഞ്ഞത് നിന്റെ നെഞ്ചിലേക്ക് ഞാൻ ഉതിർക്കും. എനിക്കതിനൊരു മടിയുമില്ലെന്ന് നിനക്കറിയാലോ കിരൺ. ഗൗതം അലറും പോലെ പറഞ്ഞതും പൂജ പേടിയോടെ വാ പൊത്തി. കിരൺ എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ നിൽക്കുവാണ്. കൈയുടെ വേദനയേക്കാൾ അവൻ്റെ മനസ്സിൽ ഗൗതം ഇവിടെ എങ്ങനെ എത്തി എന്ന ചോദ്യമായിരുന്നു. രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞിട്ടും ഇവൻ എന്തിന് വീണ്ടും വന്നു? അവൻ പറഞ്ഞത് നോക്കുമ്പോൾ അവൻ്റെ ഭാര്യയായി അവളെ ഇപ്പോഴും. കിരണിന് തൻ്റെ പ്ലാനുകളെല്ലാം തെറ്റിയതുപോലെ തോന്നി. വേദനയ്ക്കിടയിലും അതിൻ്റെ ദേഷ്യം അവൻ്റെ മുഖത്തുണ്ട്. എന്തേലും ആലോചിച്ച് നിൽക്കും മുന്നേ അവൻ്റെ കവിളിൽ കുത്തിപ്പിടിച്ച് ചുമരിലേക്ക് അമർത്തി ഗൗതം അവനെ. എന്താടാ നീ കരുതിയത്? എൻ്റെ ഭാര്യയെ ഇവിടെ കൊണ്ടുവന്ന് നിന്റെ പ്രതികാരവും പകയുമൊക്കെ അവൾക്ക് മേലെ തീർക്കാമെന്നോ? അതും അവൻ്റെ ഭർത്താവായ ഈ ഗൗതം ജീവിച്ചിരിക്കുമ്പോൾ? പൂജ അവരെ രണ്ടുപേരെയും നോക്കി പേടിയോടെ ഭിത്തിയിലേക്ക് ചാരി നിൽക്കുവാണ്. ശരിക്കും അവൾ വല്ലാതെ പേടിച്ചു പോയിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഗൗതമിനെ നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെയോ അതോ അവൻ തൻ്റെ രക്ഷകനായി വന്നതിൻ്റെയോ ഒരു തെളിച്ചം അവളുടെ മുഖത്തുണ്ട്. എന്തിനെന്ന് പോലും അറിയാത്തൊരു സന്തോഷം. പകയോടെ തന്നോട് മുരളും പോലെ അവൻ പറയുന്നു കേട്ട് കിരൺ ഭയത്തോടെ അവനെ നോക്കി. കയ്യിൽ കൂടി ഒഴുകുന്ന രക്തവും വേദനയും അവനാകെ തളരും പോലെ തോന്നി. എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവൻ എന്നെ കൊല്ലും. ഗൗതം പ്ലീസ് എന്നെ രക്ഷിക്കണം. ഇനിയും ഇങ്ങനെ തുടർന്നാൽ ചോര വാർന്ന് താൻ മരിക്കുമെന്ന് അവന് പേടിയായി. എത്തുന്നതാണേലും തൻ്റെ ജീവനേക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും. കിരണിൻ്റെ കണ്ണിലെ മരണഭീതി കണ്ട് ഗൗതമിൻ്റെ മുഖത്ത് ഗൂഢമായ ചിരിയുണ്ട്. ഇരയെ കീഴ്പ്പെടുത്തിയ വേട്ടക്കാരനെ പോലെ അവൻ കുടിലതയോടെ അവനെ നോക്കി. നിനക്ക് പേടിയുണ്ടല്ലേ മരിക്കുമോന്ന്? ഉടനെ ചത്താൽ നീ കെട്ടാനിരിക്കുന്ന പെണ്ണൊക്കെ എന്തു ചെയ്യും? അവൾ മാത്രമോ? പൂജയെ പോലെ എത്ര പേരെ നിന്റെ ആവശ്യം നടത്താനായി ഭീഷണിപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കും. അവരൊക്കെ നീ മരിച്ചാൽ എന്തു ചെയ്യും? രക്ഷപ്പെട്ടു പോകില്ലേ? അത് നിനക്ക് സഹിക്കുമോ? ഗൗതം പറഞ്ഞത് കേട്ട് പൂജ കിരണിനെ പരിഹാസത്തോടെ നോക്കി. അവൻ തന്നോട് ചെയ്തതിനും പറഞ്ഞതുമൊക്കെ അവനുള്ളത് കിട്ടുന്നത് കണ്ട് പൂജയ്ക്ക് സന്തോഷമായിരുന്നു മുഖത്ത്. ഇതുവരെ ഞാൻ അനുഭവിച്ചതിനും എൻ്റെ ജീവിതം നശിച്ചതിനുമൊക്കെ ഇവൻ അനുഭവിക്കും ഇതിനേക്കാൾ ഇരട്ടി. പൂജ കിരണിനെ നോക്കി മനസ്സിൽ പറഞ്ഞു. അവൾക്ക് ഒരേ സമയം വേദനയും പകയും തോന്നി കിരണിനോട്. ഗൗതം പ്ലീസ്, സമയം പോകുന്നു. ഞാൻ മരിച്ചു പോകും. എന്നെ രക്ഷിക്കണം. ഞാൻ ഇനി ഒന്നിനും വരില്ല. പൂജ മാപ്പ്. എന്നെ രക്ഷിക്കാൻ ഇവനോട് പറഞ്ഞേ. അല്ലേ ഞാൻ ഈ ചോര വാർന്ന് ഇവിടെ കിടന്ന് തന്നെ മരിച്ചു പോകും. നിന്നെ പോലെയുള്ളതൊക്കെ മരിക്കണം. നീയൊക്കെ ജീവിക്കുന്നത് നല്ലത്. ഈ ഭൂമിക്ക് ഭാരമാകാതെ എത്രയും പെട്ടെന്ന് മരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇനിയും എത്രയോ പെണ്ണുങ്ങൾ ഇവളെപ്പോലെ കരയേണ്ടി വരും. അതെൻ്റെ കൈകൊണ്ടാവുന്നതിൽ നീ സന്തോഷിക്കുവല്ലേ വേണ്ടത്? ഇത്രയും എൻ്റെ ഭാര്യയെ നീ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവിടം വരെ കൊണ്ടെത്തിച്ചപ്പോൾ നീ എന്ത് കരുതി? നീ ജയിച്ചെന്നോ? അതോ ഞാനൊരു നട്ടലില്ലാത്ത കിഴങ്ങൻ കെട്ടിയവനാണെന്നോ? ഞാനും കാത്തിരിക്കുമായിരുന്നു ഇതിനൊരു അവസാനം കാണാൻ. എൻ്റെ ഭാര്യയ്ക്ക് കുറച്ചൊക്കെ തിരിച്ചറിവുണ്ടാകാൻ. ഞാൻ പറയുന്നതിനേക്കാൾ ചിലതൊക്കെ അവളായി തന്നെ മനസ്സിലാക്കി ജീവിക്കാൻ. ഇനിയും ഇങ്ങനെ പോയി എത്ര നാൾ നിൻ്റെ ചതിയിൽ അവൾ അകപ്പെട്ട് കിടക്കുമായിരുന്നു? ഇല്ല കിരൺ, എല്ലാത്തിനും ഞാൻ തന്നെ ഒരു അവസാനം കണ്ടിരുന്നു. പൂജയെ നോക്കി രൂക്ഷമായി പറഞ്ഞതും പൂജ ഗൗതമിനെ നോക്കാൻ കഴിയാതെ തല താഴ്ത്തി. അവൻ്റെ മുഖത്ത് നോക്കാൻ അവൾക്ക് പ്രയാസം തോന്നി. പലപ്പോഴായി അവളോട് പറഞ്ഞതും ചെയ്തതുമെല്ലാം അവൾ ഓർത്തതും കുറ്റബോധം തോന്നി അവൾക്ക്. ഒന്നും വേണ്ടിയിരുന്നില്ല. എന്തൊക്കെയോ തൻ്റെ വാശി കൊണ്ട് ചെയ്തു കൂട്ടി. അല്ലാതെ എന്താണ് താൻ നേടിയത്? ഗൗതം, നീ ഇവളോടൊപ്പം ജീവിച്ചോ? ഞാനിനി ഒന്നിനും വരില്ല ഗൗതം. എന്നെ രക്ഷിക്കണം. നിലക്കത്തേക്ക് മറയുന്നതിനിൽ അവൻ പറഞ്ഞതും പൂജ പേടിയോടെ ബോധം കെട്ട് കിടക്കുന്ന കിരണിനെയും അവനെ നോക്കി വല്ലാത്തൊരു ഉന്മാദത്തോടെ നിൽക്കുന്ന ഗൗതമിനെയും നോക്കി. എന്തൊക്കെയോ നടപ്പിലാക്കിയതിന് സംതൃപ്തി ഗൗതമിൻ്റെ മുഖത്ത് അവൾക്ക് കാണാൻ കഴിഞ്ഞു. അവൾക്ക് നിലത്ത് കിടക്കുന്ന കിരണിനെ കണ്ടപ്പോൾ പേടിയായി. പൂജയ്ക്ക് വല്ലാത്ത ഭയമായി. ഇവൻ ഇവിടെ കിടന്ന് ചാവട്ടെ.
നീ വാ, ജീവനുണ്ടിൽ ഞങ്ങൾ തമ്മിൽ ഒന്നുകൂടി കാണുന്നുണ്ട്, പോകാം നമുക്ക്. ഗൗതം പറഞ്ഞതും പൂജ നിലത്ത് കിടക്കുന്നവനെ ഗൗതമിനെ മാറി മാറി നോക്കി. തുടരും.